കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെനറ്റിക്സ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ ഫെനറ്റിക് സിംബൽസ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. There are 26 letters in English, but by using those 26 letters, we can only write English, we can't speak. So we need another alphabet that is called phonetic alphabet. English phonetic alphabet contains 44 phonemes, out of which 20 are vowels and 24 are consonants. These 20 vowels can again be classified into 12 pure vowels and 8 diphthongs. The remaining 24 are consonants. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. The airstream mechanism. See, in order to speak, we require some sort of energy. എന്ത് സംസാരിക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? എനർജി ആവശ്യമാണ്. See, the air that is produced by the lungs is utilized for the production of speech sounds. മിക്കവാറും ലോകത്തിലെ എല്ലാ ഭാഷകളും ലങ് എയറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സപ്പോസ് വെൻ യു സ്പീക്ക്, പുട്ട് യുവർ ഹാൻഡ് ബിഫോർ യുവർ മൗത്ത്, യു മേ ഫീൽ ഓർ യു ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ദി എയർ. സംസാരിക്കുന്ന അവസരത്തിൽ കൈയൊന്ന് തൊട്ടടുത്ത് എന്ത് ചെയ്താൽ മതി, വെച്ച് നോക്കിയാൽ മതി, വായുടെ തൊട്ടടുത്ത്. അപ്പോൾ എയറിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ ലങ്സ് ഉൽപ്പാദിപ്പിക്കുന്ന എയറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും എന്ത് ചെയ്യപ്പെടുന്നത്, സൗണ്ട്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സി, നമുക്ക് പ്രസക്തമല്ല എങ്കിൽ പോലും നമുക്ക് നോക്കാം. അവർ ലങ്സ് എക്സ്പാൻസ് ആൻഡ് കോൺട്രാക്ട്സ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ. ലങ്സ് ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യുന്നു, അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ ലങ്സ് എക്സ്പാൻഡ്സ് ആൻഡ് കോൺട്രാക്ട്സ്. ഓക്കെ, വെൻ ദ ലങ്സ് എക്സ്പാൻഡ് ദ എയർ ഈസ് സക്ക്ഡ് ഇൻ, ആൻഡ് വെൻ ദ ലങ്സ് കോൺട്രാക്ട് ദ എയർ ഈസ് പുഷ്ഡ് ഔട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ലങ്സ് ഒരു നിശ്ചിത ഇടവേള വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് സങ്കോചിക്കുകയും അതോടൊപ്പം തന്നെ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിക്കുക എന്നുള്ളതാണ്. അപ്പം ലങ്സ് വികസിക്കുന്ന അവസരത്തിൽ നമ്മൾ എയറിന് അകത്തേക്ക് എന്ത് ചെയ്യുന്നു, സക്ക് ഇൻ, വലിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്ന അവസരത്തിൽ, കോൺട്രാക്ട് ചെയ്യുന്ന ചുരുങ്ങുക, സങ്കോചിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യുന്നു, എയറിനെ പുറത്തേക്ക് തള്ളിവിടുന്നു. സോ ദ എയർ ദാറ്റ് ഈസ് പുഷ്ഡ് ഔട്ട് ഫ്രം ദ ലങ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. അപ്പം ലങ്സ് പുറത്തേക്ക് തള്ളിവിടുന്ന എയറിനെ മറ്റ് ഒരുപാട് ഓർഗൻസ് ഓഫ് സ്പീച്ചിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, സ്പീച്ച് സൗണ്ട്സ് ആക്കി മാറ്റുന്നത്. Anyway, almost all the languages in the world utilize the lung air to make or to produce the speech sounds. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യന് വരുന്ന ചില വൺ വേർഡ്, എക്സാമിന് വരുന്ന ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ശരിക്കും ശ്രദ്ധിക്കാം. നമ്മൾ ഈ ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന പേര് ദ എയർ സ്ട്രീം മെക്കാനിസം എന്നുള്ളതാണ്. പുറത്തേക്ക് വരുന്ന ആ വായുധാരക്കാണ് എന്തെന്ന് പറയാം, സ്ട്രീം എന്ന് പറയാം. അപ്പോൾ ഈ ചാപ്റ്റർ ദ എയർ സ്ട്രീം മെക്കാനിസം, അതിൽ വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. For the articulation of most speech sounds, most languages make use of the dash air. മിക്കവാറും ലോകത്തിലെ എല്ലാ ഭാഷകളും സംസാരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന എയർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് എന്നുള്ളതാണ്, ദ ലങ് എയർ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഫോർ ദ ആർട്ടിക്കുലേഷൻ ഓഫ് മോസ്റ്റ് സ്പീച്ച് സൗണ്ട്സ് ഓഫ് ദി മോസ്റ്റ് ലാംഗ്വേജസ് ഡാഷ് എയർ ഈസ് യൂസ്ഡ്, ദറ്റ് ഈസ് ലങ് എയർ. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ശരിക്കും മനസ്സിലാക്കുക. ലങ് എയറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും തന്നെ എന്ത് ചെയ്യുന്നത്, സ്പീച്ച് സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, കം ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ എയർ ദാറ്റ് വി ഡാഷ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പീച്ച് സൗണ്ട്സ്. ശരിക്കും ശ്രദ്ധിക്കാം. ദ എയർ ദാറ്റ് വി ഡാഷ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പീച്ച് സൗണ്ട്സ്. രണ്ട് എയർ ആണുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഇൻ ആൻഡ് ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കുക. ബ്രെത്ത്, ബ്രീത്ത് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ബ്രീത്ത് എന്ന് പറയുമ്പം BREATHE,
അത് വേർബാണ്. അപ്പോൾ വേർബായിട്ട് വരുന്ന അവസരത്തിൽ ഇ എന്നുണ്ടായിരിക്കും ആ പദത്തിന്റെ അന്ത്യത്തിൽ. ദറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ബ്രീത്ത്. ഈ ഒഴിവാക്കി കഴിഞ്ഞാൽ നൗൺ ആണ്. ദറ്റ് ഈസ് ബ്രത്ത്. ബ്രത്ത് മീൻസ് ശ്വസനം, ബ്രീത്ത് ശ്വസിക്കുക. അപ്പൊ ശ്രദ്ധിക്കാം, ദ എയർ ദാറ്റ് വി ഡാഷ് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പീച്ച് സൗണ്ട്സ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ. നേരത്തെ തന്നെ പറഞ്ഞു, ലങ്സിൽ നിന്നും പുറത്തേക്ക് തള്ളിവിടുന്ന എയറിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, സ്പീച്ച് സൗണ്ട്സ് ആക്കി മാറ്റുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ബ്രീത്ത് ഔട്ട്. ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഔട്ട് ഈസ് മോഡിഫൈഡ് ഇൻ ടു സ്പീച്ച് സൗണ്ട്സ്. പുറത്തേക്ക് തള്ളിവിടുന്ന, ലങ്സിൽ നിന്നും പുറത്തേക്ക് തള്ളിവിടുന്ന എയറിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, സ്പീച്ച് സൗണ്ട്സ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ദ ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓർഗൻസ് ഓഫ് സ്പീച്ച് മീൻസ് നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന പല ഓർഗൻസ് ആണ്. ദ ഓർഗൻസ് ഓഫ് സ്പീച്ച് കണ്ടെയ്ൻസ് മെയിൻലി ദ റെസ്പിറേറ്ററി സിസ്റ്റം, ദ ഫോണേറ്ററി സിസ്റ്റം ആൻഡ് ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിലല്ല, ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്കാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. ശ്വസിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. ഓർഗൻസ് ഓഫ് സ്പീച്ച് പ്രധാനമായിട്ടും മൂന്നാന്ന് പറഞ്ഞു. ഒന്നെന്താണ്, ദ റെസ്പിറേറ്ററി സിസ്റ്റം, മറ്റൊന്നെന്താണ്, ദ ഫോണേറ്ററി സിസ്റ്റം, ലാസ്റ്റ് വൺ എന്താണ്, ദ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. ഫോണേറ്ററി സിസ്റ്റം, ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ഈ ചോദ്യം ഇതാണ്, മൂന്നാമത്തെ ചോദ്യം. ദ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. ഓർമ്മിക്കാം, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന്, ദ ലങ്സ്, ശ്വാസകോശ അവയവം തന്നെ. രണ്ട്, ദ മസിൽസ് ഓഫ് ദി ചെസ്റ്റ്, ചെസ്റ്റിനകത്തുള്ള ചില പേശികൾ. ആൻഡ് ദ വിൻഡ് പൈപ്പ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഈ മൂന്ന് ഘടകങ്ങളാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് the lungs, the muscles of the chest and the windpipe. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന് ലങ്സ്, രണ്ട് മസിൽസ് ഓഫ് ദി ചെസ്റ്റ്, മൂന്നാമത്തെ വിൻഡ് പൈപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ പലപ്പോഴും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ദ വിൻഡ് പൈപ്പ് ഈസ് ഓൾസോ നോൺ ആസ്. വിൻഡ് പൈപ്പിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ദ സയന്റിഫിക് നെയിം ഓഫ് ദ വിൻഡ് പൈപ്പ് ഈസ് ട്രക്കിയ. ഓർമ്മിക്കുക. അപ്പൊ ഈ വിൻഡ് പൈപ്പിന്റെ റോൾ എന്താന്ന് വെച്ചാൽ, സി ദ എയർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലങ്സ് ഈസ് ക്യാരിഡ് അപ് ടു ദി ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ ആദംസ് ആപ്പിൾ, നമ്മൾ ഈ തൊണ്ടയിൽ കാണുന്ന മുഴയാണ്. അപ്പൊ ലങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എയറിനെ എന്ത് ചെയ്യുക, ആ എയറിനെ ക്യാരി ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ലാരിങ്സിൽ എത്തിക്കുക എന്നുള്ള ഒരു റോളാണ് ആർക്കുള്ളത്, വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പിന്റെ മറ്റൊരു പേരാണ് എന്ത്, ട്രക്കിയ. സ്പെല്ലിംഗ് TRACHEA. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് എയർ സ്ട്രീം മെക്കാനിസംസ്? ശരിക്കും ശ്രദ്ധിക്കാം, നമ്മൾ ഈ ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്താണ്, എയർ സ്ട്രീം മെക്കാനിസംസ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ 3 ഇമ്പോർട്ടൻറ്റ് എയർ സ്ട്രീം മെക്കാനിസം? വായുവുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട മെക്കാനിസം എന്തൊക്കെയാണെന്നുള്ളതാണ്. 1. വീലാരിക് എയർ സ്ട്രീം മെക്കാനിസം. ശരിക്കും ശ്രദ്ധിക്കുക, വീലാരിക്, VELARIC, വീലാരിക് എയർ സ്ട്രീം മെക്കാനിസം, ഗ്ലോട്ടലിക് എയർ സ്ട്രീം മെക്കാനിസം ആൻഡ് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസംസ്. These are the 3 important airstream mechanisms. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വീലാരിക് എയർ സ്ട്രീം മെക്കാനിസം, 2 glottalic airstream mechanism, and 3 pulmonic airstream mechanism. Okay, next question. When the airstream is used to push air out, it is called. എയറിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്തേക്ക് തള്ളിവിടാറുണ്ട്, അകത്തേക്ക് വലിച്ചെടുക്കാറുണ്ട്. ഓക്കെ, ദ എയർ ദാറ്റ് ഈസ് പുഷ്ഡ് ഔട്ട് ബൈ ദ ലങ്സ് or from the lungs is called aggressive air. EGRESSIVE.
the air that is pushed out by the lungs or from the lungs is called aggressive air. Okay, question ഇതായിരിക്കും. When the air stream is used to push air out, it is called aggressive air. Okay, next question. When the air stream is used to draw air in, it is called dash. Means the air that is sucked in or breathed in is called inclusive. രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എഗ്രസീവ് എയർ ഓർ ഇൻക്ലൂസീവ്. ദ എയർ ദാറ്റ് ഈസ് പുഷ്ഡ് ഔട്ട് ഫ്രം ദ ലങ്സ് ഈസ് കോൾഡ് എഗ്രസീവ് ആൻഡ് ദ എയർ ദാറ്റ് ഈസ് സക്ഡ് ഇൻ ഓർ ദാറ്റ് ഈസ് ബ്രീത്ഡ് ഇൻ ഈസ് കോൾഡ് ഇൻക്ലൂസീവ് എയർ. ഓർമ്മിക്കുക, എഗ്രസീവും ഇൻക്ലൂസീവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡാഷ് which is used in the production of all English speech sounds. ഇംഗ്ലീഷിലെ എല്ലാ സ്പീച്ച് സൗണ്ട്സിനെയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഏതൊരു എയറിനെ ആണ് എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ഡാഷ് which is used in the production of all English speech sounds. That is പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം. ശരിക്കും ഓർമ്മിക്കാം, ഇംഗ്ലീഷ് സ്പീച്ച് സൗണ്ട്സിലെ എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എയർ സ്ട്രീം മെക്കാനിസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം. ദാറ്റ് ഈസ് ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഔട്ട്. പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഔട്ട്. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, പുറത്തേക്ക് ശ്വസിച്ച് വിടുന്ന, തള്ളി വിടുന്ന എയറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലീഷിലെ എല്ലാ ശബ്ദങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. ഇംപ്ലോസീവ്സ്. ശരിക്കും ശ്രദ്ധിക്കുക. IMPLOSIVES. What are implosives? വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ല, മിക്കവാറും എന്താണ് ചോയ്സ് നൽകിയിരിക്കും. പക്ഷെ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ വെരി ഈസിലി ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പം എന്താണ് ഈ ഇംപ്ലോസീവ്സ് എന്നുള്ളതാണ്. സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഇൻക്ലൂസീവ് എയർ സ്ട്രീം മെക്കാനിസം ആർ കോൾഡ് ഇംപ്ലോസീവ്സ്. ശരിക്കും ശ്രദ്ധിക്കാം. സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻക്ലൂസീവ് എയർ. അതായത് നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുന്ന എയറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ഭാഷകളിൽ, മിക്കവാറും വെരി റെയർ ഓർ വി ക്യാൻ സേ റെയറസ്റ്റ് ലാംഗ്വേജസ്, ദാറ്റ് ഈസ് എന്താണ്, ചില ആഫ്രിക്കൻ, സ്വാഹിലി ഒരു ആഫ്രിക്കൻ ലാംഗ്വേജ് ആണ് സ്വാഹിലി. ഈ സ്വാഹിലി പോലുള്ള ചില ആഫ്രിക്കൻ ലാംഗ്വേജസ് മാത്രമേ ഇൻക്ലൂസീവ് എയറിന് ചില ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. 99% ഭാഷകളും എന്താണ്, എഗ്രസീവ് എയറിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എനിവേ നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുന്ന എയറിനെ എന്ത് ചെയ്യാൻ വേണ്ടി, ശബ്ദമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഇംപ്ലോസീവ്സ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഇൻക്ലൂസീവ് എയർ സ്ട്രീം മെക്കാനിസം. ഇൻക്ലൂസീവ് എയർ സ്ട്രീം മെക്കാനിസത്തിന്റെ സഹായത്തോടു കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്, ഇംപ്ലോസീവ്സ്. ശരിക്കും ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മുടെ ലങ്സിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ദ ലങ്സ് ആൻഡ് ദ മസിൽസ് ഓഫ് ദി ചെസ്റ്റ്. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ ലങ്സ് ആൻഡ് ദി മസിൽസ് ഓഫ് ദി ചെസ്റ്റ് play an important part in the production of speech sounds. സ്പീച്ച് സൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒന്നെന്താണ്, ലങ്സ്. രണ്ടാമത്തെ എന്താണ്, മസിൽസ് ഓഫ് ദി ചെസ്റ്റ്. ഓക്കെ, ആ പാർട്ട് അവിടെ കഴിഞ്ഞു. ആ പാർട്ടിൽ നമ്മൾ എന്താണ്, ദ എയർ സ്ട്രീം മെക്കാനിസം. രണ്ട് തരം എയർ ആണുള്ളത്, ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഇൻ ആൻഡ് ദ എയർ ദാറ്റ് വി ബ്രീത്ത് ഔട്ട്.
Most of the languages make use of the air that we breathe out to make or to produce speech sounds. Only very rare languages make use of the inclusive air. Okay, next നമ്മൾ വരുന്ന ടോപ്പിക് ദ ഓർഗൻസ് ഓഫ് സ്പീച്ച്.